നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സിൻസിനാറ്റിയിലുള്ള ഓൾട്ട് പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കിലാണ്. ഇത് നമ്മുടെ അവിടെ നിന്നൊരു വീട്ടിൽ നിന്നൊരു അരമണിക്കൂർ ദൂരത്തിലാണ് ഉള്ളത്. ഡൗൺ ടൗണിൻ്റെ അടുത്തോട്ടാണ്. നമ്മളിതുവരെ ഇവിടെ ഈ പാർക്കിൽ വന്നിട്ടില്ല. അപ്പോൾ വീക്കെൻഡ് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇവിടെ ഒന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കണ്ടപ്പോഴാണ് ഇങ്ങനൊരു പാർക്ക് ഉണ്ടെന്ന് തന്നെ നമ്മൾ അറിയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെറി ബ്ലോസം സ്പ്രിംഗ് ഒക്കെ തുടങ്ങുന്ന ഈ ചെറി ബ്ലോസത്തിൻ്റെയൊക്കെ സമയമാണ്. അപ്പോൾ ഇവിടെ കുറേ അങ്ങനത്തെ ട്രീസൊക്കെ നന്നായിട്ട് ഫ്ലവറിയൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയാണ് കാണാൻ. ഈ പാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു 100-200 ഏക്കറുണ്ട്. ഒരു കുറച്ച് ഹില്ലി ഏരിയയിലാണ് ഇതുള്ളത്. ഇവിടെ നിന്നുള്ള നല്ല അടിപൊളി വ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലപ്പോൾ നമ്മൾ അതൊക്കെയാണ് കാണുന്നത്. ഈ പാർക്കിൻ്റെ പാർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൻ്റെ സൈഡിൽ തന്നെയുള്ള പാർക്കിംഗ് ആണ്. പക്ഷേ കുറേ സ്ഥലമുണ്ട്, റോഡിനൊക്കെ നല്ല വീതിയുണ്ട്. അപ്പോൾ നല്ല ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഈ പാർക്കൊക്കെ ചെയ്യാം. അപ്പോൾ അതിനൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് പാർക്ക് ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പോൾ ഈ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർക്കിന്റെ പേര് ഓൾട്ട് പാർക്ക് എന്നാണ്. അപ്പോൾ ഈ പാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിൻസിനാറ്റി നമ്മുടെ ഈ ഏരിയയിലത്തെ 4ാമത്തെ ഏറ്റവും വലിയ പാർക്കാണ്. ഇത് ഈ സിറ്റിയുടെ ഈസ്റ്റ് സൈഡിലോട്ടായിട്ടാണ് ഈ പാർക്ക് ഉള്ളത്. ഈ പാർക്കിന്റെ വേറൊരു പ്രത്യേകത വെച്ചാൽ ഈ പാർക്കിന്റെ ഒത്ത നടുക്കായിട്ട് ഒരു വലിയൊരു പവിലിയൻ ഉണ്ട്. അതൊരു ഇറ്റാലിയൻ സ്റ്റൈലിൽ 1930 സമയത്ത് പണിത ഒരു പവിലിയനാണ്. അപ്പോൾ ഈ പവിലിയനിലാണ് കുറേ ഈ ഡാൻസ് പാർട്ടീസും പിന്നെ വെഡ്ഡിങ്സും ഒക്കെ നടക്കാറുണ്ട്. നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ അവിടെ കുറേ പേര് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നതായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ആ സൺലൈറ്റ് അടിക്കുന്ന സൈഡിൽ നിന്ന് അടിക്കുമ്പോൾ ആ പവിലിയൻ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ ഈ 4th of Julyയുടെ സമയത്ത് ഈ അമേരിക്കയുടെ ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് ഭയങ്കരമായിട്ടൊരു സെലിബ്രേഷനും ഫയർ വർക്ക്സും ഒക്കെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. പവിലിയന്റെ മേളിൽ നിന്ന് അങ്ങ് ദൂരത്തൊക്കെ നന്നായിട്ട് കാണാനൊക്കെ പറ്റുമായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ദൂരെ വരെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. നമ്മൾ പിന്നെ പവിലിയനിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് പിന്നെയും സൈഡിലോട്ട് നടന്നപ്പോൾ അവിടെ കുറേ ഇങ്ങനെ ചെറി ബ്ലോസം ട്രീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ വരുന്ന വഴിക്ക് നല്ല കുറച്ചുകൂടി വലിയ ഇതൊക്കെ ഈ ഭാഗത്തുള്ളത് കുറച്ച് ചെറിയ ട്രീസാണ്. അപ്പോൾ ആക്ച്വലി പാർക്കിലോട്ട് വരുന്ന വഴിക്ക് നമ്മൾ കുറേ നല്ല വലിയ ട്രീസ് കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോകുമ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ നിർത്തി എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ആദ്യമായിട്ട് വരുന്ന നേരം എത്ര ദൂരം ഉണ്ട് അകത്തോട്ടെന്ന് അറിയില്ലായിരുന്നു. അത് കാരണം നമ്മൾ നിർത്താൻ കുറേ നടക്കേണ്ട വരുമെന്ന് വെച്ചിട്ട് വരുന്ന വഴിക്ക് അവിടെ നിർത്തിയില്ല. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ അവിടെ നിർത്തിയിട്ട് അവിടുന്ന് കുറച്ച് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കണം. ഈ കാണുന്നതാണ് നമ്മൾ ഈ പാർക്കിലോട്ട് വരുന്ന വഴിക്ക് തന്നെയുള്ള സംഭവമാണ്. ഇത് നല്ല അടിപൊളിയാണ് ഇത് കാണാൻ. കാരണം ഇത് വലിയ ട്രീസ് ആണ്. അപ്പോൾ ട്രീസിൽ നിന്ന് ഇങ്ങനെ തൂങ്ങി ഈ ഫ്ലവേഴ്സ് കിടക്കണ ഭയങ്കര രസമാണ്. ഇങ്ങനെ പന്തൽ പോലെ കിടക്കുന്നുണ്ടായിട്ട് അത് ക്യാമറ എടുത്ത് നമുക്ക് അത് സാറ്റിസ്ഫൈഡ് ആയില്ല. നമ്മുടെ നേരിട്ട് കാണാൻ അത്രയും ഭംഗിയാണ്. എത്രത്തോളം ഇതിൽ അതിനെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നേരിട്ട് ഇതിനെ കാണണോ. ഇത് ഈ ഒരു ഏരിയയിൽ നിറച്ച് ഇതേപോലെ തന്നെ വലിയ ട്രീസ് ആയിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ അവിടെ താഴെ വന്നിരുന്ന് ഇങ്ങനെ പിക്നിക് പോലെ ഒക്കെ കുറേ നേരം ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മളും കുറച്ച് നേരം അവിടെ ഇരുന്നു. കുറച്ച് ഇരുട്ടി കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്.
രസമുണ്ട് കാണാൻ. പക്ഷേ കാണാനുള്ള രസം എത്രത്തോളം വീഡിയോയിൽ വന്നിട്ടുണ്ടെന്ന് അറിയില്ല, വീട്ടിൽ പോയി നോക്കിയാലേ അറിയുള്ളൂ. പക്ഷെ കാണുന്നത് നമുക്ക് ആ ഒരു ക്യാമറയിൽ കിട്ടുന്നില്ല എന്നുള്ളൊരു അഭിപ്രായമാണ്. പക്ഷെ അടിപൊളിയായിരുന്നു. ഇവിടെ ആൾക്കാർ വന്നിട്ട് ഈ പാർക്കിൽ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ കുരുത്തം കെട്ടാണെങ്കിൽ എല്ലാം മരത്തിൻ്റെ മുകളിൽ പിടിച്ച് കയറുന്നുണ്ടായിരുന്നു. എന്തായാലും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.